വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് രാവിലെ മുതൽ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. സോ ഇത്ര വൈറ്റലായിട്ടുള്ളൊരു കാര്യം പുറത്ത് വിടണോ വേണ്ടേ എന്നുള്ളൊരു ചിന്ത ഞാൻ ചിന്തിച്ചു. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു. പക്ഷേ രാവിലെ 24 ന്യൂസ് അവിടെ പഠിക്കുന്ന കോളേജിലൊരു കുട്ടിയുടെ ഒരു വോയിസ് ക്ലിപ്പ്, ഭയങ്കര വൈറ്റലായിട്ടുള്ളൊരു വോയിസ് ക്ലിപ്പ് അവർ 24 ന്യൂസ് എന്താണെങ്കിലും സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ ഇല്ലയെന്നറിയില്ല, ഞാനിവിടെ പ്ലേ ചെയ്യാം. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ തുറന്നു പറച്ചിലുമായി കോളേജിലെ ഒരു വിദ്യാർത്ഥി രംഗത്ത്. സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കൊന്നതാണ്. കൊലപാതകത്തിൽ അവന്റെ ബാച്ചുള്ളവർക്കും പങ്കുണ്ട്. ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ് ഇതൊന്നും പുറത്തു പറയാത്തെന്ന് വിദ്യാർത്ഥി. നിർണായക ശബ്ദരേഖ 24 ബിഗ് ബ്രേക്കിംഗ്. മൃഗീയമായിട്ട് അവന് പട്ടീനെ തല്ലണം, അതിൽ അവനെ തല്ലിയിട്ടുണ്ട് അവര്. എല്ലാവരും കാണാൻ ഹോസ്റ്റലിൽ നടുക്കുവെച്ച് വരുന്നവനും എന്തോ ഒരു കാര്യം പറയാനോ അല്ലെങ്കിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനോ അവനെ വിളിച്ചു വരുത്തി. എന്താണ് ആ കാര്യം? അവനെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ് ആ കാര്യം. അത് അടിച്ചോ എങ്ങനെയോ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. ആ കാര്യം അവനെ അറിയിക്കാനും ആ പ്രശ്നം അവനോട് ചോദിക്കാനും, അതെന്താണ് പ്രശ്നം, എന്താണ് കാര്യം, അത് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ അടിച്ചതും അടിച്ച ആളുകളും അടിച്ച സ്ഥലവും എങ്ങനെ പെരുമാറി, എത്ര ക്രൂരമായിരുന്നു എന്നുള്ളതൊക്കെ ഇത്രയും ദിവസം ഈ ന്യൂസ് ഫോളോ ചെയ്തവർക്ക് അറിയാം. ഇന്നലെ ന്യൂസിൽ കുറച്ച് പിള്ളേർ വന്ന് നിന്നിട്ട്, പക്ഷെ ആക്ച്വലി അവരൊക്കെ ഇത് കണ്ടവരല്ല കേട്ടോ, അതാ രസം. അവരൊക്കെ ഹോസ്റ്റലിനകത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാം, അതുള്ള കാര്യമാണ്. അതിനുള്ളത് പറയണല്ലോ. പൂക്കോട് വെറ്റിനറി കോളേജിലുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ത്രെറ്റനിങ് മെസ്സേജസ് പോവുക. അവരുടെയൊക്കെ കമൻറ്റ് ബോക്സിലും അവരുടെ വീഡിയോനിടയിൽ അവരറിയുന്നവരൊക്കെ പോയിട്ട് അവരെ വളരെ മോശമായ രീതിയിൽ ഭയങ്കര കള്ളും കഞ്ചാവുമാണ് നിങ്ങൾ എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുക. അങ്ങനത്തെ പരിപാടികളൊക്കെ ദയവേത് ചെയ്യാതിരിക്കുക. കാരണം ആ കുട്ടികൾ എല്ലാ കുട്ടികളും എന്താ പറയുക ഒരുപോലെ ഇതിൽ ഇൻവോൾവ് ആവണം, അല്ലെങ്കിൽ ഇൻവോൾവ് ആവാത്ത പിള്ളേരുണ്ടാവും, ഇല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ പറ്റാത്ത പേടിച്ചിരിക്കുന്ന പിള്ളേരുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണും. അപ്പോൾ പോലീസ് കൃത്യമായി അന്വേഷിച്ചിട്ട് ഇതിൽ ആരൊക്കെയാണോ ഈ കുറ്റകൃത്യം ചെയ്തത് അവരെ പിടിച്ചിട്ടുണ്ട്. ഇനിയും ഇപ്പം ഈ പിടിച്ചതിൽ തന്നെ, ഇനി അതും പറയാണ്ട്, പിടിച്ചതിൽ തന്നെ പലരും ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ ഒരു വിഷ്വലോ ഫോട്ടോ ആരോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കണ്ട പരിചയമുള്ള മുഖങ്ങളാണ് എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ പോലീസുകാർക്ക് പോയപ്പോൾ കണ്ട മുഖങ്ങൾ അവർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യാൻ വിളിച്ചിരുന്നു. വിളിച്ച സമയത്ത് അവരെന്ത് ചെയ്തു, അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറയുന്ന കുട്ടികളും ഇപ്പം അറസ്റ്റിലായ കുട്ടികളുടെ കൂട്ടത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിദ്ധാർത്ഥനെ മൃഗീയമായി തല്ലിച്ചതച്ച് കൊന്ന ആ പിള്ളേരെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള പിള്ളേർ കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഹോസ്റ്റലിൽ ഇന്നലെ മീഡിയാസ് കയറി ചെന്ന സമയത്ത്, ഞാനൊരു MSFകാരനാണ്, ഇതിൽ പാർട്ടിയും കാര്യങ്ങളൊന്നുമില്ല, പാർട്ടി കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞൊരു പയ്യനെ ഭയങ്കരമായിട്ടുള്ളൊരു സൈബർ അറ്റാക്ക് നടന്നതായിട്ട് കണ്ടു. പക്ഷെ ആ പയ്യൻ MSFകാരനല്ല എന്ന് കേരള MSFൻ്റെ കമ്മിറ്റി അവരൊരു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പയ്യനും SFIക്കാരനാണ് ഈ പയ്യൻ എന്ന് പറഞ്ഞ് കുറേ പേരിട്ട പോസ്റ്റും. ഈ രണ്ടിൽ കാണുന്ന ആളുകളും തമ്മിൽ എക്സാക്ട്ലി വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഒരാളല്ല. ഓക്കെ, ഈ ഞാൻ MSFകാരനാണ് എന്ന് പറയുന്നത് MSFകാരനാണോ അല്ലേ എന്നുള്ളത് MSF പറയണം. പക്ഷെ ആ പയ്യൻ SFIക്കാരനാണ് എന്ന് പറഞ്ഞ് സൈബർ സ്പേസിലൊക്കെ ഇറങ്ങുന്ന, സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്ന കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ആ പയ്യനല്ല, എനിക്ക് ആ പയ്യനായിട്ട് തോന്നിയില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയ പരാതി ഒത്തുതീർപ്പാക്കാൻ, ഓക്കെ, ഈ പരാതി, അതാണ് ഈ പരാതി. ഇന്നലെ ഞാൻ വീഡിയോയിൽ ഈ സിദ്ധാർത്ഥൻ മരിച്ച ദിവസം അവിടെ വന്ന പരാതി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സൺഡേ എങ്ങനെ ഓഫീസ് വർക്ക് ചെയ്യും ഒരു ചോദ്യമാണ്. പിന്നെ അതിൽ ഒപ്പിട്ട ടീച്ചറും 2026 എന്ത് ടൈം ട്രാവലാ. ഈ പരാതിക്കാരി എന്തിന് പരാതി കൊടുത്തു, എന്ത് പരാതിയാണ്, ഈ പരാതിക്ക് അടിസ്ഥാനമായ കാര്യം എന്താണ് എന്നുള്ളത് മാത്രം അന്വേഷിക്കേണ്ട ആവശ്യമേ പോലീസിനുള്ളൂ. അതുപോലും കേരള പോലീസിന് ചെയ്യാൻ പറ്റില്ലേ? ഈ പരാതി ഒത്തുതീർപ്പാക്കാൻ വിളിച്ചിട്ട് പുലർച്ചെ 2 മണി വരെ പരസ്യ വിചാരണ നടത്തി, എന്നിട്ട് അപമാനിച്ചു. ഈ പരാതിക്കാരി ആര്, എന്തിന് പരാതി കൊടുത്തു, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന പരാതി, അവിടെയാണ് ഞാൻ ഇന്നലെ വെച്ച വാട്സാപ്പ് ചാറ്റ് ഞാൻ ഒന്നുകൂടി ആ സ്ക്രീൻ ഞാനിവിടെ വെക്കുകയാണ്. ഇങ്ങനൊരു ഇൻസിഡൻറ്റ്, ഇതാരുടെ വാട്സാപ്പ് ചാറ്റാണ്? ഈ വാട്സാപ്പ് ചാറ്റിൽ പറയുന്നത് പോലത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടോ?
സിദ്ധാർത്ഥൻ ഒരു കുട്ടിയോട് സംസാരിക്കുന്നതിനിടയിൽ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടോ, അത് ആ കുട്ടി വാട്സാപ്പ് ചാറ്റ് വഴി വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കും. ഇനിയില്ല എല്ലാം നമ്മൾ ചെയ്യണമെന്നുള്ളതാണോ എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ഇനി ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും എന്നോട് പറഞ്ഞ കുറേ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും നടക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ വഴി. ഓക്കെ, ഞാനതിങ്ങനെ പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. ഈ വോയിസ് ക്ലിപ്പ് ഞാനിപ്പോൾ 2 വോയിസ് ക്ലിപ്പാണ് എക്സ്റ്റെൻഡഡ് വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്തത്. ഇനിയുണ്ട്, അതിൽ തന്നെ പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ എൻ്റെ വീഡിയോനടിയിൽ വന്നൊരു കമൻറ്റ് കൂടി വായിച്ചിട്ട് ഞാൻ നിർത്താം. പാർട്ടി കളിയാണെന്ന് ശരിക്കും ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണിത്. ഓക്കെ, ഈ സിദ്ധാർത്ഥൻ ക്ലാസ് റെപ്പ് ആയിരുന്ന സമയത്ത് അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തനെ അവൻ തന്നെ ഇതുപോലെ ഇടപെട്ട് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തിരുന്നു. ആ ഇവൻ തന്നെ ഇങ്ങനെ ഒരു കേസിൽ വന്നപ്പോൾ സ്റ്റുഡൻസ് പ്രകോപിതരായി അവനെ മർദ്ദിച്ചു. എനിക്ക് ഈ കേസിൽ നിന്ന് ഇതാണ് മനസ്സിലായത്. സിദ്ധാർത്ഥൻ ഫസ്റ്റ് ഇയർ റെപ്പായിട്ടുണ്ടെങ്കിൽ അവൻ ഒരു SFI അനുഭാവി ആയിരിക്കും. SFI അനുഭാവി ആയതുകൊണ്ട് മാത്രം ക്ലാസ് റെപ്പാവാൻ പറ്റും എന്നുള്ളത് ആരാ പറഞ്ഞാൽ എനിക്കറിയില്ല. എന്താണെങ്കിലും SFI എലമെൻറ്റും കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമായിട്ട് പോട്ടെ. കാരണം ഇതിൽ SFIയുടെ ഭാഗമായിട്ടുള്ളവരും അറസ്റ്റിലായിട്ടുണ്ടല്ലോ. ഇതിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് ഈ കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് ഹിയർ ദാറ്റ്. ഇങ്ങനൊരു കേസ് നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇയറിൽ ക്ലാസ് റെപ്പായിരുന്ന സമയത്ത് സിദ്ധാർത്ഥൻ? അതിനുശേഷം സിദ്ധാർത്ഥൻ്റെ കേസിൽ എന്ത് കേസിൻ്റെ മുകളിൽ ഏത് കുട്ടി? അങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, കാരണം ഞാൻ നറേറ്റീവാണ് ഇത് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ രണ്ട് എക്സ്ട്രീം സാധനങ്ങൾ ഞാനിപ്പോൾ കേട്ടു. അത് ഞാൻ പേഴ്സണലി കേട്ട കാര്യങ്ങളാണ്. അത് ആരോട് എങ്ങനെ എന്ത് എന്നുള്ളതൊക്കെ, ഈ കേസ് എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഞാൻ വഴിയേ പറയാം. ഓക്കെ, ആൻഡ് ഐ ഹാവ് സം പ്രൂഫ്സ് വിത്ത് മീ. നോക്കാം.